മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. നിൻ പുണ്യഗീതാനുരൂപം പൂർണ്ണമായി പാലിക്ക നിന്നാത്മാവാൽ എന്നെ നിറച്ചേ, പൂർണ്ണമായി പാലിക്ക നിന്നാത്മാവാൽ എന്നെ നിറച്ചേ. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷകൻ ജോസഫ് ജോൺ അട്ടപ്പാടി. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. പ്രൈസ് ദി ലോർഡ്. ഈ ശബ്ദത്തിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. ഇന്ന് നല്ലൊരു ദിവസമായി നമുക്ക് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ധ്യാന ചിന്തയിലേക്ക് കിടക്കാം. അതിനായി വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പുതിയ നിയമപുസ്തകത്തിലെ വളരെ ചിന്തനീയമായ ഒരു വേദഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചത്. കർത്താവ് സഭയ്ക്ക് പുറത്തായി എന്നുള്ളതാണ് നാം ഇവിടെ കാണുന്നത്. വെളിപ്പാട് പുസ്തകം 1:13 നമ്മൾ കാണുന്നത് സഭകളുടെ നടുവിൽ നിൽക്കുന്ന കർത്താവിനെയാണ്. പിന്നെ എങ്ങനെയാണ് കർത്താവ് സഭയ്ക്ക് പുറത്തു വന്നത്? ഇതാണ് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. നമ്മൾ 3:17 നമ്മൾ വായിക്കുന്നു, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലവോദിക്യ സഭയോടുള്ള ബന്ധത്തിലാണ് നാം ഇവിടെ ഇത് വായിക്കുന്നത്. അവിടെയുള്ള വിശ്വാസികളുടെ മനോഗതം, അവരുടെ ചിന്ത, അവരെപ്പോഴും വിചാരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല. ഭൗമികമായ സമ്പത്തിൽ സംതൃപ്തി തേടുന്നവർ, അതിൽ പ്രശംസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം വിശ്വാസികൾ. യിരെമ്യാവ് 9:23 വായിക്കുന്നു, ധനവാൻ തൻ്റെ ധനത്തിൽ പ്രശംസിക്കരുത്. ഗലാത്യലേഖനം 6:14 പൗലോസ് ശ്ലീഹ പറയുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ലൂക്കോസ് 12:21 വായിക്കുന്നു, ദൈവ വിഷയമായി സമ്പന്നൻ ആകണം. എന്നാൽ ഇവിടെ വിശ്വാസികളുടെ ഹൃദയം ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഭൗമികമായ അവരുടെ സമ്പത്തിലാണ്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും സ്ഥാനവും അവർ സമ്പത്തിന് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് എന്ത് സ്ഥാനമാണ് ഉള്ളത് എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ധനത്തോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? 2 കൊരിന്ത്യർ 11:3 പൗലോസ് ശ്ലീഹ പറയുന്നു, എന്നാൽ സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പൗലോസ് ഭയപ്പെടുന്നു എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് സംഭവിക്കുകയല്ലേ? സർപ്പം ഇന്ന് അനേകരെ ചതിച്ചിരിക്കുന്നു. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുപോയിരിക്കുന്നു. സഹോദരന്മാരോട് സ്നേഹമില്ലാത്ത ഒരു അവസ്ഥ, ജീവിതത്തിൻ്റെ ലക്ഷ്യം മാറിപ്പോയിരിക്കുന്നു. ഇന്ന് അനേകരുടെയും വിശ്വാസം തണുത്തു. പലരും ധനസ്ഥിതി മെച്ചപ്പെടുത്തുവാനുള്ള ശ്രമത്തിലാണ്. മറ്റുള്ളവരെ പോലെ ആകണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടമായി തീർന്നു. ഭൗമിക സമ്പത്ത് ലവോദിക്കർക്കുണ്ടായിരുന്നു. അപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ അവരുടെ അവസ്ഥ എന്താണെന്ന് കർത്താവ് പറയുന്നുണ്ട്. നീ നിർഭാഗ്യവാൻ, അരിഷ്ടൻ, ദരിദ്രൻ, കുരുടൻ, നഗ്നൻ. പക്ഷേ ഇതവരൊട്ട് അറിയുന്നുമില്ല. എന്നാൽ സ്മരണസഭയോട് കർത്താവ് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. വെളിപ്പാട് 2:9 നീ ധനവാനാകുന്നു. ഇത് ദാരിദ്ര്യം അനുഭവിക്കുന്ന സഭയോടെ കർത്താവ് പറഞ്ഞത്. കാരണം അവർ ആത്മീയമായി സമ്പന്നർ ആയിരുന്നു. നമ്മൾ വെളിപ്പാട് 3:18 നമ്മൾ വായിക്കുന്നുണ്ട്, ആത്മീയ സമ്പന്നൻ ആകുവാൻ ദൈവം ലവോദിക്കർക്ക് ആലോചന കൊടുക്കുകയാണ്. നീ എന്ത് ചെയ്യണം എന്ന്. 1, തീയിൽ ഊതിക്കഴിച്ച പൊന്ന് കർത്താവിനോട് നീ വിലയ്ക്ക് വാങ്ങണം. ലവോദിക്കരുടെ പൊന്ന് ഭൗമികമാ, നശിച്ചു പോകുന്നതാ, അത് സ്വർഗത്തിലേക്ക് പ്രവേശനം ഇല്ലാത്തതാ. അതിനാൽ തീയിൽ ഊതിക്കഴിച്ചതും നശിക്കാത്തതും ആത്മീയവും ആയത് ദൈവത്തോട് വിലയ്ക്ക് വാങ്ങുവാൻ ആവശ്യപ്പെടുന്നു. 1 പത്രോസ് 1:7 നമ്മൾ വായിക്കുന്നത്, കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിലെ പ്രശംസയും സ്തുതിയും മഹത്വവുമായി തീയിൽ കൂടിയുള്ള പരിശോധനയാൽ വെളിപ്പെടുന്ന യഥാർത്ഥ വിശ്വാസത്തിലേക്ക് സഭ വരണം. പ്രിയപ്പെട്ടവരെ, സഭ ഇന്ന് അതിൻ്റെ ലക്ഷ്യം തന്നെ മാറിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് നാം ഇന്ന്
ഈ സഭ ഏത് സ്ഥിതിയിലേക്ക് വരണം എന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിലെ പ്രശംസയും സ്തുതിയും മഹത്വവുമായി തീയിൽ കൂടിയുള്ള പരിശോധനയാൽ വെളിപ്പെടുന്ന യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വിശ്വാസികൾ വരണം. 2, വെള്ള ഉടുപ്പ് കർത്താവിനോട് നീ വിലയ്ക്ക് വാങ്ങണം. ഇവിടെ 18-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, നീ നഗ്നനാണ്, നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിപ്പെടാതിരിക്കേണ്ടതിന് വെള്ള ഉടുപ്പ് വാങ്ങണം. വെള്ള ഉടുപ്പ് എന്നത് വിശുദ്ധിയെ കാണിക്കുന്നതാണ്. നമ്മൾ ഉൽപ്പത്തി 3:6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്, മനുഷ്യൻ്റെ പാപം അവനിൽ പ്രവേശിച്ചപ്പോൾ നഗ്നത വെളിപ്പെട്ടു. ഇവിടെ അനുദിന ക്രിസ്തീയ ജീവിതത്തിലെ പ്രായോഗിക വിശുദ്ധിയെ കാണിക്കുന്നു. ആ നിലവാരത്തിലേക്ക്, ആ നിലയിലേക്ക് നാം ഉയർന്ന് വരണം. വിശുദ്ധിയിലേക്ക് മടങ്ങി വരുവാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. 1 പത്രോസ് 1:15 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നാം വിശുദ്ധരായി ജീവിക്കേണ്ടത് ആവശ്യമാണ്. 3, കണ്ണിൽ എഴുതുവാൻ ലേപനം കർത്താവിനോട് നീ വിലയ്ക്ക് വാങ്ങണം. എന്തിനാ? കാഴ്ച ലഭിക്കുവാൻ. ശരിയായ ആത്മീയ ദർശനം സഭയ്ക്ക് നഷ്ടമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ശരിയായ ആത്മീയ ദർശനത്തിലേക്ക് വരുവാൻ നീ കർത്താവിനോട് ലേപനം വിലയ്ക്ക് വാങ്ങണം. 1 ശമൂവേൽ 3:1-2 വാക്യങ്ങളിൽ ഏലി പുരോഹിതൻ്റെ കാലത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ദർശനം ഏറെ ഇല്ലായിരുന്നു എന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആത്മീയ അന്ധത, ആത്മീയ ദർശനം നഷ്ടപ്പെട്ട ഒരു കാലം. കർത്താവ് സഭയ്ക്ക് പുറത്തായതിൻ്റെ കാരണങ്ങളാണ് നാം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിന് കൊടുക്കേണ്ട മഹത്വം സമ്പത്തിനും ലോകത്തിനും ലോക ഇമ്പത്തിനും കൊടുത്ത വിശ്വാസികൾ വിശ്വാസവും വിശുദ്ധിയും ആത്മീയ ദർശനവും ഇല്ലാത്ത കൂട്ടമായി തീർന്നു. ഇതാണ് കർത്താവ് സഭയ്ക്ക് പുറത്തു പോകുവാനുള്ള കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എങ്കിലും കർത്താവ് അവരെ ഉപേക്ഷിക്കുന്നില്ല. കർത്താവ് വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും കർത്താവിൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ കൂട്ടായ്മയ്ക്ക് കർത്താവ് തയ്യാറാണ്. എന്നാൽ വാതിൽ തുറന്നതായി നാം വായിക്കുന്നില്ല. എത്ര ദുഃഖകരമായ അവസ്ഥയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം നമ്മെ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെയൊക്കെ മനോഭാവം എന്താണ്? നമ്മുടെ ചിന്ത എന്താണ്? യേശുക്രിസ്തുവിനാണോ നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം, അതോ നമ്മുടെ ധനത്തിലാണോ? നിങ്ങൾ എന്തിനാണ് പ്രശംസിക്കുന്നത്? ധനത്തിലാണോ? നിങ്ങൾ ആത്മീയമായി സമ്പന്നരാണോ? വേദപുസ്തകം സംബന്ധിച്ച് ഉള്ള വിശ്വാസം എത്രത്തോളം നമുക്ക് ഉണ്ട്? പ്രിയപ്പെട്ടവരെ, ഒരു പരിശോധന നന്നായിരിക്കും. ഇന്ന് രാവിലെ എന്നെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ ഈ വചനം പതിക്കട്ടെ. നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.